വൈകാരിക ഭാഷ, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അലങ്കാരമൊക്കെ പഠിക്കണം. ഈ അലങ്കാരം, ലക്ഷണ, അഭിധ, വ്യഞ്ജന എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചാൽ രസകരമായ സാധനം. അത് പഠിച്ചാലേ ഭയങ്കര രസാ. നമ്മൾ പറയല്ലോ മീൻ വരുന്നു. മീൻ എന്താ? ഒരു കുപ്പായൊക്കെ ഇട്ട്, ഷർട്ടൊക്കെ ഇട്ട്, ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരിക അല്ല. ആരാ വരുന്നത്? മീൻകാരൻ വരുന്നു എന്നാണ്. അതിന് നമ്മളെന്താ പറഞ്ഞത്? മീൻ വരുന്നു. അതാണ് അഭിധ, ലക്ഷണ. അതൊക്കെ വലിയ സംസ്കൃത കാര്യങ്ങൾ, അതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊക്കെ പഠിച്ചാൽ വേദം ശരിയായ രീതിയിൽ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താ പ്രയോജനം? ജീവിതം നല്ലോണം പോകും. അപ്പോഴാണ് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ, ഇല്ലേ? എന്ത് മന്ത്രം ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത്? ഏത് വേദമന്ത്രം ഉപയോഗിച്ചിട്ടാ ചെയ്യുന്നത്? യജുർവേദത്തിലെ മന്ത്രങ്ങളിൽ ഒരു പാദം എടുത്താ ചെയ്യുന്നത്. മന്ത്രങ്ങളിൽ ഒരു പാദം എടുത്താ ചെയ്യുന്നത്, മുഴുവൻ പാദം എടുക്കുന്നില്ല. ക്ഷേത്രങ്ങളിലൊക്കെ വേദമന്ത്രങ്ങളുടെ ഒരു പാദം എടുക്കുന്നുള്ളൂ. വേദമന്ത്രത്തിൽ എന്താണ് ഈ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ? മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിക്കുക. എങ്ങനെയാണ് മൃത്യുവിനെ ജയിക്കുന്നത്? മരണത്തിന് ജയിക്കുന്ന വഴിയെക്കുറിച്ച് പറയുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. അത് യജുർവേദത്തിലാണ്. യജുർവേദത്തില് 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായത്തിലെ മന്ത്രം എന്താ വെച്ചാൽ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത്. ഇപ്പൊ ടൈം മ്യൂസിക്കുകാരൊക്കെ ഇത് ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോ കാറുകളിലൊക്കെ ഇട്ടിട്ടാണ് ആധ്യാത്മിക സാധന ഇപ്പൊ ആളുകൾക്ക്. അപ്പൊ അതിൽ പറയുന്നത് ത്രയംബകം യജാമഹേ എന്നാണ്. തെറ്റാണത്. ത്രയംബകം എന്നാണ് ശരി. എന്തിനാ അങ്ങനെ പറയാൻ കാരണം? ആ ഉം അതാണ് ഓം. ഓം എന്ന വാക്ക് ത്രയംബകമാണ്. ആ ഉം ആണ് അകാര പ്യുകാരഞ്ച മകാരഞ്ച പ്രജാപതി. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഞാൻ ഈ പറയുന്നത്. മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മന്ത്രം യജുർവേദത്തിലെ 3-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. ആ അധ്യായത്തിൽ ഒരു പാദമേ എടുക്കുന്നുള്ളൂ, 2-ാം പാദം എടുക്കുന്നില്ല. ത്രയംബകം യജാമഹേ, യജിക്കുന്നു. ഞാൻ ഈ ഓമിനെ യജിക്കുന്നു. എന്താ ഓം എന്ന് പറഞ്ഞാല്? ആരാ ഓം എന്ന് പറഞ്ഞാല്? ഈശ്വരൻ ആരാന്ന് ചോദിക്കും. ക്ലേശകർമ്മ വിപാകാശേർ അപരാവൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ക്ലേശം, കർമ്മം, കർമ്മഫലം അതൊന്നുമില്ലാത്ത പുരുഷനാണ് ഈശ്വരൻ. കാരണം എന്താ? നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്ന ഒരു അനുഭവമുണ്ട്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലാത്ത വിശേഷ പുരുഷനാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ക്ലേശ കർമ്മ വിപാകാശേർ അപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. ഇത് പതഞ്ജലി മുനി യോഗദർശനത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ചോദിക്കും, ആരാണ് ഈ ഈശ്വരൻ? തസ്യ വാചക പ്രണവ. ഈശ്വരന്റെ പേര് പ്രണവം എന്നാകുന്നു. എന്താ പ്രണവം എന്ന് പറഞ്ഞാൽ? നമ്മൾ ബസ്സിന് പേരിടും, വീടിന് പേരിടും പ്രണവം എന്ന്. എന്താ ഈ പ്രണവം എന്നുള്ള വാക്കിന്റെ അർത്ഥം? പ്രകർഷേണ നവമായിരിക്കുന്നത്, എപ്പോഴും പുതുതായിരിക്കുന്നത്, ഒരിക്കലും പഴയതാകാതിരിക്കുന്നത്. ഒരിക്കലും പഴയതാകാതെ പുതുതായിരിക്കുന്നത് കൊണ്ടാണ്, ഈ പ്രണവത്തെ ഉപാസിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ആളുകളെ സനാതന ധർമാനുയായികൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കില്ല. ഈ പ്രണവത്തെ ഉപാസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രണവം എന്ത് ചെയ്യണം? തജ്ജബസ്തദർത്ഥഭാവനം, അർത്ഥഭാവനയോട് കൂടി ജപിക്കണം എന്നാ. അങ്ങനെ ത്രയംബകം യജാമഹേ, അങ്ങനെ ഈ ഓമിനെ സ്മരിച്ചുകൊണ്ട് സുഗന്ധിം പുഷ്ടിവർദ്ധനം, എൻ്റെ ഉള്ളിൽ സുഗന്ധം വർദ്ധിക്കട്ടെ. എൻ്റെ ആധ്യാത്മിക തേജസ്, എൻ്റെ ഭൗതിക തേജസ്, എൻ്റെ എല്ലാവിധത്തിലുള്ള തേജസ് വർദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഏറ്റവും ഉയർന്ന ഒരു എന്താ പറയാ, ഒരു വലിയ ഒരു തേജസ്വിൻ്റെ സൂര്യനായിട്ട് ഓരോ വ്യക്തിയെയും മാറ്റുന്നതിനെ കുറിച്ചാണ് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം. ആ മൃത്യുജന എങ്ങനെയാ? മരണമില്ലാതാവണം നമുക്ക്. എങ്ങനെയാ മരണമില്ലാണ്ടാവുക? ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. എൻ്റെ അച്ഛൻ്റെ 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 പേരെന്താ? അറിയില്ല. അച്ഛൻ്റെ പേരറിയാം, അച്ഛൻ്റെ അച്ഛൻ്റെ പേരറിയാം. മുകളിലോട്ട് പോയാൽ അറിയില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? സ്വത്തുണ്ടാക്കിയില്ല, കാറ് വാങ്ങിച്ചു തന്നില്ലേ, ഇഷ്ടം പോലെ ആളുകളെ മുഴുവൻ പറ്റിച്ചുണ്ടാക്കി തന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും ഒരിക്കൽ സ്വന്തം അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഓർക്കുന്നുണ്ടോ? ഇല്ല. വ്യാസനെയോ? എല്ലാവരും ഓർക്കുന്നുണ്ട്. എന്താ കാരണം? സുഗന്ധിം പുഷ്ടിവർദ്ധനം. അദ്ദേഹത്തിന്റെ സുഗന്ധം ലോകം മുഴുവൻ വ്യാപിച്ചിരുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഊർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാൽ. ഊർവാരുകത്തിന്റെ പഴം. എന്താ ഊർവാരുകം? മാതളമത്തൻ എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. അത് ഞെട്ടറ്റ വീഴ. ആ ഞെട്ടറ്റു വീഴുന്ന മാതളമത്തൻ എന്ന് പറയുന്ന പഴം അതുപോലെ ആവണം ഞാൻ. എന്നിട്ട് എന്താ പറയാ? എനിക്ക് ഈ പ്രപഞ്ച വള്ളിയുമായി യാതൊരു ബന്ധനവുമില്ലാതെ മുക്ഷീയമാ അമൃതാത്, അമൃതത്വം എന്ന് പറയുന്ന മോക്ഷമുണ്ടാവട്ടെ. ഇതിനാണ്
പണ്ട് കാലത്ത്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളെ വീടുകളിലൊക്കെ പിറന്നാളാണ്. പിറന്നാളൊന്നും ഡിസംബർ 26 എന്നായിരുന്നില്ല നമ്മളെ കണക്ക്. മലയാള മാസം അനുസരിച്ച് തിരുവാതിര നക്ഷത്രമാണെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചയാളുടെ പിറന്നാൾ ആഘോഷിക്കും. ആചരിക്കലല്ല, അത് ചരമദിനാണ് ആചരിക്കുന്നത്. പിറന്നാൾ ആഘോഷിക്കണം. ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ആഘോഷിക്കണം. എന്താ ചെയ്യുക? ഇങ്ങനൊരു വിളക്ക് വെച്ച് വെക്കും. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ഇല വയ്ക്കും. ആ ഇലയിൽ നമുക്ക് വിളമ്പുന്ന എല്ലാ വിഭവങ്ങളും അതിൽ വിളമ്പി വെക്കും. ഈശ്വരനായിക്കൊണ്ട്. എന്തിനങ്ങനെ ചെയ്യുന്ന? മൃത്യുഞ്ജയ മന്ത്രത്തിനൊരു ഭാഷ്യമുണ്ട്. അതെന്താണ് ആ ഭാഷ്യം എന്നറിയാമോ? മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ആ ഭാഷ്യം വളരെ പ്രധാനപ്പെട്ട ഭാഷ്യമാണ്. അസതോമാ സദ്ഗമയ. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനാണ് ശതപഥ ബ്രാഹ്മണത്തിൽ. അസതോമാ സദ്ഗമയ. അസത്തിൽ നിന്ന് ഞാൻ സത്തിലേക്ക് പോകണം. പിന്നെയോ തമസോമാ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണം. കാരണം എന്താ? മൃത്യുഞ്ജയം, ആയുസ്സിന്റെ നീട്ടിക്കൊണ്ട് ഞാൻ എന്തിലേക്ക് പോകണം? മരണത്തിൽ നിന്ന്, അസത്തിൽ നിന്ന് സത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മൃത്യോർമാമൃതംഗമയ. എന്താണ്? മരണത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക്. ഈ വഴിയിൽ പിറന്നാൾ ദിവസം നമ്മൾ ഓർക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ഈ വിളക്ക് വെച്ചത്. ഇന്നോ ആളുകൾ 27ാമത്തെ പിറന്നാളാണെങ്കിൽ ഒരു കേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ 27 മെഴുകുതിരി കത്തിച്ച് വെച്ച് അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്തിലേക്ക്, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ ആ വരി മാറ്റിയിട്ട് ആ കത്തിച്ചു വെച്ച ക്യാൻഡിൽ ഊതിയായിട്ട് കെടുത്തു. ഇപ്പം നമ്മൾ പറയുന്നത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്രകാശത്തിൽ നിന്ന് കൂരിരുട്ടിലേക്ക് നയിച്ചാലും എന്നാണ്. കൂരിരുട്ടിലേക്ക് നയിക്കാനാണ് പറയുന്നത്. അങ്ങനെ നമ്മളെ ജീവിതം മുഴുവൻ നാശോന്മുഖമാക്കുന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമധർമ്മം നശിച്ചു പോകാൻ കാരണം വേദം പഠിക്കാത്തതാണ്. ആളുകൾക്ക് ഈ വേദം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ഇന്ന് ഭാരതത്തിലെ എല്ലാ ആചാരങ്ങളുടെയും അടിസ്ഥാനം വേദമാണ്. ക്ഷേത്രാചാരങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം വേദമാണ്. പ്രതിഷ്ഠാകർമ്മം വേദമന്ത്രങ്ങളില്ലാണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഹോമാചാര ക്രിയകളില്ലാണ്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞു, ആചാര്യ ശങ്കര ഭഗവത് പാദർ, ഞാൻ അദ്ദേഹത്തിനെ ഭഗവാൻ എന്നാണ് വിളിക്കാറ്. അദ്ദേഹം പറഞ്ഞു 100 വർഷം ജിജീവിഷേച്ഛദം സമ, 100 വർഷം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കൂ. നിങ്ങൾ 100 വർഷം ജീവിക്കാൻ ആഗ്രഹിക്കൂ. എങ്ങനെ കർമ്മം? അഗ്നിഹോത്രാദി ക്രിയകൾ ചെയ്തുകൊണ്ട് ജീവിക്കൂ. ഇതാണ് ആചാര്യ ശങ്കര ഭഗവത് പാദർ പറഞ്ഞത്. 100 വർഷം അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കൂ. കാരണം അഗ്നിഹോത്രം പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ കാശ്യപ വേദാവ് റിസർച്ച് ഫൗണ്ടേഷനിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായി പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ബ്രഹ്മയജ്ഞം. എന്തിനാണ് ബ്രഹ്മയജ്ഞം? ഇന്ന് ആളുകൾ ആത്മഹത്യ, മനസമാധാനമില്ലായ്മ, വിശ്വാസമില്ലായ്മ, പ്രയാസങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ ഒരിക്കൽ പോലും 10 മിനിറ്റ് അവനവനോട് സംസാരിക്കാൻ ചെലവാക്കാറില്ല. നാട്ടിലുള്ള എല്ലാത്തിനും തൂണ്, തുരുമ്പ്, കണ്ണാടി തുടങ്ങിയുള്ള എല്ലാ വസ്തുക്കളോട് സംസാരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, കുട്ടികളൊക്കെ പോയി കണ്ണാടിന് മുമ്പിൽ അങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവനവനോട് എനിക്ക് ഐ ക്യാൻ ഷെയർ മെനി തിങ്സ് വിത്ത് മൈ വൈഫ്, I can share many things with my father, mother, friends, everything. But there are a lot of things I cannot share with anybody else. ലോകത്ത് ആരുമായും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആരോട് ഷെയർ ചെയ്യും? എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ ആരോട് പറയും? ഇതാണ് ബ്രഹ്മയജ്ഞം. 2 നേരം ചെയ്യണം. 10 മിനിറ്റ് എടുക്കും. ഇത് ഞാൻ വേദമന്ത്രങ്ങളോടുകൂടിയാണ് ചെയ്യേണ്ടത്. അതിൽ ഭാഗ്യസൂക്തമുണ്ട്. കഴിഞ്ഞ ജന്മത്തെ പാപങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള ആകമർഷണ മന്ത്രം ഉൾപ്പെടെയുള്ള സന്ധ്യാവന്ദനം ചെയ്യണം. 2 നേരം ചെയ്തു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് മാറ്റം വന്നിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏലസ് കെട്ടില്ല, മന്ത്രവാദം നടത്തില്ല, പൂജ നടത്തില്ല, തട്ടിപ്പ് പരിപാടി, നത്തിങ്. നിങ്ങൾ ചെയ്യും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. രണ്ടാമത് ഞാൻ പഠിപ്പിക്കുന്ന അഗ്നിഹോത്രമാണ്. ഇന്ന് നിങ്ങൾ നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. അഗ്നിമീളേ പുരോഹിതം. അഗ്നിയാണ് പുരോഹിതം, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ ആദ്യം ചെയ്യുന്ന പണി എന്താ? വിളക്ക് കത്തിക്കുക. അഗ്നിമീളേ പുരോഹിതം.
യജ്ഞസ്യ ദേവമൃത്യുജം. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും മരണമില്ലാത്ത ദേവനാണ് ആ ജഗതീശ്വരനായ അഗ്നി. ഹോതാരം രത്നധാതമം, രത്നത്തെ പോലെ ഒരു കരിക്കട്ടയെ പ്രകാശിപ്പിക്കുന്നവനാണ് അഗ്നി. നമ്മളിൽ പലരും കരിക്കട്ടകളാകാം. അതാണ് ഉണ്ടായത്. ഒരു വേട്ടക്കാരനായി ഒരു നാട്ടിലുള്ള സകല ജീവികളെയും കൊന്നു ജീവിച്ച, അല്ലെങ്കിൽ സകല ജീവികളിൽ നിന്നും പണം പിടിച്ചു വാങ്ങി ജീവിച്ച ഒരു കാട്ടാളനായ ഒരു മനുഷ്യനായി ജനിച്ചു, കാട്ടാളനായി ജീവിച്ചു. പക്ഷേ ഭാരതത്തിൽ വാൽമീകിയായിട്ടേ മരിച്ചിട്ടുള്ളൂ. ആർക്കും എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ വാൽമീകിയാക്കിയേ മരിക്കാറുള്ളൂ. ഇതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് ബ്രഹ്മയജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ദേവയജ്ഞം ചെയ്യണം, സന്ധ്യാവന്ദനം ചെയ്തു കഴിഞ്ഞാൽ അഗ്നിഹോത്രം ചെയ്യണം, 2 നേരം. ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഞാനല്ല, ചരകനാണ്, ശുശ്രുതനാണ്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് മാറ്റം വരും എന്നാണ്. അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ളത് ഈ ആയിരക്കണക്കിന് ആളുകളെ ഞാൻ പഠിപ്പിച്ചു വിട്ടതാണ്. അവർക്കെല്ലാവരോടും ഞാൻ ആരെടുത്തുനിന്ന് ഒരു പൈസയും വാങ്ങുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഓരോ ദിവസവും അഗ്നിഹോത്രം ചെയ്യുന്ന ആൾ 10 രൂപ വെച്ചിട്ട് എനിക്ക് തരുന്നുണ്ടോ? ഞാൻ ഈ പഠിപ്പിച്ച, ഞാൻ കോഴിക്കോടും വയനാട്ടിലും ആയിട്ട് 50,000-ൽ പരം ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അഡ്രസ്സൊന്നും എഴുതി വാങ്ങിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പഠിപ്പിച്ചിട്ടുണ്ട്. ഡാറ്റകളൊക്കെ KVRF ഉണ്ടാവും. ഇത്രയും ആളുകൾ എന്നോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന് കാരണം ഞാൻ അവർക്ക് നിസ്വാർത്ഥമായിട്ട് അത് പഠിപ്പിച്ചു കൊടുത്തു. ഒരു സ്വാർത്ഥതയില്ല. നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾ ചെയ്താൽ മതി. അഗ്നിഹോത്ര ക്രിയകൾ ചെയ്യണം, എങ്കിലേ നിലവിളക്ക് കത്തിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു? എന്താ ഒരു തിരിയിട്ട് കത്തിക്കാതെ? ഒരു തിരിയിട്ട് കത്തിച്ചാൽ അവിടെ നശിച്ചു പോകുന്ന എന്താ കാരണം? പാടില്ലാത്തതായതുകൊണ്ട്. എന്തുകൊണ്ട് പാടില്ല? 5 കാര്യങ്ങൾ വേണം മനുഷ്യന് ജീവിക്കാൻ. പ്രജയ പശുപിർ ബ്രഹ്മവർച്ചസേന അന്ന എന്ന് പറയും. അവസാനത്തെ ഈശ്വരാധീനം. 5 ഉണ്ടെങ്കിലേ മനുഷ്യൻ നന്നാവും. പ്രജ, നല്ല കുട്ടികൾ വേണം. പ്രജയ, നല്ല കുട്ടികൾ വേണം. നമുക്ക് കുട്ടികൾ അസൽ കുട്ടികളായിരിക്കണം. പ്രജയ, ആ കുട്ടികളെ നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് നമുക്ക് കുട്ടികളെ വേണ്ട, അവരെ വളർത്തുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഓമനിച്ച് വഷളാക്കും. നിങ്ങൾ ഈ കമ്പ്യൂട്ടറും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇടതുവശവും വലതുവശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തെക്കുറിച്ച്. അത് നമ്മളിരുന്ന് പഠിക്കേണ്ട വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ബ്രഹ്മചര്യാദി വിഷയങ്ങളിൽ വരുന്ന ലോപം ഉൾപ്പെടെ, കുട്ടികൾക്കുണ്ടാകുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ ഉൾപ്പെടെ ഒരു കുട്ടിയെ നശിപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരച്ഛനും അമ്മയും എങ്ങനെ ആദരിക്കണമെന്ന് വരെ പഠിപ്പിക്കുന്നില്ല. 3-ാമതായി ഞാൻ പഠിപ്പിക്കുന്നത് പിതൃയജ്ഞമാണ്. ഇന്നിപ്പോൾ ആളുകൾ അച്ഛനമ്മമാരെ നോക്കുന്ന, ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ ശിഷ്യ സമ്പത്തുണ്ടല്ലോ, എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ശിഷ്യന്മാരാണ്. അവർക്ക് എന്നോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമുള്ള അവർ, ഞാൻ ഈ യാത്രകൾ പല ആളുകളായിട്ടും എനിക്ക് നല്ല ബന്ധങ്ങളാണ്. അല്ലാത്ത വീടുകളിലും ഞാനിങ്ങനെ പോകും. പല വീടുകളിൽ ഞാൻ മുൻപ് ചെന്ന സമയത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാമോ? സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാത്തവരുടെ കുടുംബമാണ്. ലോകത്ത് നിങ്ങൾ എന്തെല്ലാം നേടിയാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും സ്നേഹം കൊടുക്കാത്തവർ ലോകത്തിലെ പാപികളാണെന്നാണ് വേദം പറയുന്നത്. വേദത്തിൽ പറയും മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. വേദത്തിൽ പറയുന്നു മാതൃമാൻ, അമ്മേനെ നോക്കണം. അമ്മേനെ നോക്കാത്തവന്, ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ഒരാൾ 3 മക്കളാ. ഒരാൾ UK, മറ്റേയാൾ USA, മറ്റേയാൾ ഖത്തർ. ഈ ആൾ മരിക്കാൻ കിടക്കുക. എൻ്റെ വീട്ടിലേക്ക് ആ ഫോൺ വന്നത്. മരിച്ചങ്ങൾ പറയണേ, കാരണം വെച്ചാൽ എനിക്ക് ആ തിരുനെല്ലി കൊണ്ടുപോയിട്ട് കൊടുക്കാലോ. ജീവനോടെ ഇരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അവരെ പരിശുശ്രൂഷിക്കുന്ന ശ്രാദ്ധം, അവർക്ക് മരുന്ന്, ഭക്ഷണം, പാനീയങ്ങൾ എല്ലാം കൊടുക്കുന്ന തർപ്പണം. ഈ ശ്രാദ്ധ തർപ്പണങ്ങൾ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞ് കാക്കയ്ക്ക് ഒരു ഉണ്ട കൊടുത്ത് കൈയൊട്ടി വിളിച്ചാൽ നിങ്ങൾ അച്ഛനും അമ്മയ്ക്കോ സന്തോഷമാവുന്ന നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടോ? നിങ്ങൾ ഇത്തരം തെറ്റിദ്ധാരണകൾ ജീവിക്കരുത്. ഇത് തെറ്റാണ്. നിങ്ങളത് മനസ്സിലാക്കണം. പിതൃയജ്ഞം പഠിക്കണം. നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പഠിക്കുക, കാരണം പറഞ്ഞയക്കും. കാരണം അവിടെ നിങ്ങൾ പഠിക്കരുത്. നിങ്ങളിത് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുക. ഇപ്പോൾ ഞാൻ അച്ഛനാ, ഞാൻ പറയാം മോളെ എന്നെ ബഹുമാനിക്കണം കേട്ടോ, 1 ദിവസം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മോളെന്ത് പറയും? അച്ഛന് പ്രാന്തായിട്ടോ, ഇന്നലെ വരെ അച്ഛൻ ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ച ആളാണ്, ഇന്ന് പെട്ടെന്ന് അതാ പറയുന്ന കാല് നമസ്കരിക്കാൻ, ഇയാൾക്ക് എന്തായി? അതേസമയം ഞങ്ങൾ ആചാര്യന്മാർ പറയും അച്ഛനും അമ്മേനെയും കാല് തൊട്ട് നമസ്കരിക്കാതെ പുറത്തു പോകാൻ പാടില്ല. നിങ്ങളങ്ങനെ ചെയ്യരുത്. അച്ഛനും അമ്മയും കാല് തൊട്ട് നമസ്കരിക്കാതെ പുറത്തിറങ്ങരുത്. രാവിലെ ഇവരുടെ ഐശ്വര്യവും സമൃദ്ധിയൊക്കെ ഉണ്ടാണെങ്കിൽ അത് വേണം. മാതൃമാൻ പിതൃമാൻ ആചാര്യമാൻ പുരുഷോ വേദ. ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ആചാര്യപാദർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മ ഗർഭം പേറി കട്ടിലിൻ്റെ വാതിലിൽ ഒരു തവണ കാലെടുത്ത് വെച്ചപ്പോഴുണ്ടായ ആ ദുർഭര ഗർഭത്തിൻ്റെ വേദനയും അതിൻ്റെ അസഹ്യതയും പിന്നെ എന്ത് പരിഹാരമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ച പാരമ്പര്യമാണ് നമ്മളത്. ഇന്ന് നമ്മളോ
വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. കാരണം എന്താ? നിങ്ങൾ തന്നെ, നിങ്ങൾ കുട്ടികളെ 1 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു സീറ്റ് ബുക്ക് ചെയ്യും സ്കൂളിൽ. കുട്ടികളോട് പറയുക, നിനക്ക് വേണ്ടി ഞാൻ 1 ലക്ഷത്തിൻ്റെ സീറ്റാണ് ശരിയാക്കിയത്. കുട്ടി വിചാരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം 1 ലക്ഷം റുപ്യ കൊടുത്തൊരു സീറ്റ് വാങ്ങി തരുന്നതാണ് എനിക്ക്. എന്നും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഗുളിക കൊടുക്കുന്നത് പോലെ ഈ കാര്യം കുട്ടിയോട് പറയും. കുട്ടി പഠിച്ചു, വലിയ ജോലിയൊക്കെ കിട്ടിയ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം അവൻ 1 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അവൻ തീരുമാനിച്ചു 5 ലക്ഷം റുപ്യ ചെലവാക്കി സ്വന്തം അച്ഛന് വേണ്ടി ഒരു വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യും. സ്കൂളുകളിൽ സീറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. അച്ഛനമ്മമാർക്ക് വൃദ്ധസദനത്തിൽ ഇവരും സീറ്റ് ബുക്ക് ചെയ്തു തരും, സംശയം വേണ്ട. ഇതൊക്കെ സൂക്ഷ്മമാണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഇതൊക്കെ അധിക പ്രസംഗമാണോ? അല്ല. എന്തുകൊണ്ട് നിങ്ങളുടെ 2 കണ്ണും ചെവിയും കാതും തുറന്നു വെക്കാം. ആ സമയത്ത് ഈ പ്രപഞ്ചത്തിൽ എന്താ നടക്കുന്നത് മനസ്സിലാവും. അതുകൊണ്ട് പിതൃയജ്ഞം ഞങ്ങൾ പഠിപ്പിക്കുന്ന 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം അതിഥിയജ്ഞം. വേദം പഠിച്ച ആളുകൾ, വിജ്ഞാനന്മാരായ ആളുകൾ, സ്വാർത്ഥതയില്ലാത്ത ആളുകൾ അവർ തിഥി നോക്കാണ്ട് വീട്ടിലുണ്ട്. തിഥി എന്ന് പറഞ്ഞാൽ ഏകാദശി, ത്രയോദശി, പഞ്ചദശി ഇത് നോക്കാണ്ട് വരും. അവർക്ക് വേണ്ട സൽക്കാര പൂജകൾ ചെയ്ത് സന്തോഷിപ്പിച്ചാൽ അവർ പറയും, ഇന്നെന്ന കാര്യങ്ങളൊന്നും ചെയ്യരുതേ, നിങ്ങൾക്ക് ദോഷം ഉണ്ടാവും. ഇന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത് വരും. അതുകൊണ്ട് നിങ്ങൾ ഇന്നതേ ചെയ്യാവൂ എന്ന് പറയുന്നതാണ് അതിഥി യജ്ഞം. ഇപ്പോൾ ഒരാൾ വീട്ടിൽ വരുന്നു, അപ്പോൾ അവർ പറയുകയാണ് ഇന്നൊന്നും ചെയ്യരുത്. ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട്, എന്താ ചെയ്യുക? കൊളസ്ട്രോൾ മാറാൻ എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ഗുളികേൻ്റെ പുറകെ പോകുന്ന സമയത്ത് ഒരു വിജ്ഞനായ ഒരാൾ വീട്ടിൽ വന്നാൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് കുറച്ച് കറിവേപ്പിലയും ഒരു ജാതിപത്രിയും രാവിലെ നന്നായി അരച്ച് എന്ത് ചെയ്യാൻ പറയും? തേനിൽ അരച്ച് കഴിച്ചു. ചിലപ്പോൾ എന്താവും? നിങ്ങളെ കൊളസ്ട്രോൾ കുറയും. നമ്മൾ പരീക്ഷിക്കുന്നു, നമ്മളെ കൊളസ്ട്രോൾ കുറയും. അത്ഭുതകരമായ മാറ്റമാണ്. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാറില്ല. നമ്മൾ അത് വിജ്ഞന്മാരായ ആളുടെ കിട്ടുള്ളൂ. അത് നമ്മൾ അവരുടെ കാൽച്ചോട്ടിലിരുന്ന് പഠിക്കേണ്ടതാണ് അതിഥി യജ്ഞം. അവസാനത്തത് ബലിവൈശ്വദേവ യജ്ഞം എന്നത് ഹിന്ദു മതത്തിൽ തീരെയില്ല. അതായത് അവനവൻ്റെ വരുമാനത്തിൻ്റെ 10% വിതരണം ചെയ്യാത്തവൻ, ദാനം കൊടുക്കാത്തവർ പാപമാണ് ഉണ്ണുന്നത്. അതിൻ്റെ തിക്തഫലം നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളും അനുഭവിക്കും. യാതൊരു സംശയവും വേണ്ട. 3 തലമുറയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ധനങ്ങളൊന്നും ഉണ്ടാവില്ല. 4ാമത്തെ തലമുറ എത്തുമ്പോഴേക്കും ക്ഷയം ആരംഭിച്ചിരിക്കും. പല രൂപത്തിൽ, പല ഭാവത്തിൽ ആ ക്ഷയം ആരംഭിക്കും. ഒന്നുകിൽ മക്കൾക്ക് പെട്ടെന്ന് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് മരിക്കും, അതല്ലെങ്കിൽ പ്രോജനികൾ ഉണ്ടാവില്ല, സന്തതി പരമ്പരകൾ നഷ്ടമാവും. എങ്ങനെയായാലും ശരി, അന്യനെ പറ്റിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് 3 തലമുറയ്ക്ക് ശേഷം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഋഷി പരമ്പരയുടെ കാഴ്ചപ്പാട്. എങ്ങനെയാണ് പിന്നെ ഈ പുണ്യത്തെ ഉണ്ടാക്കേണ്ടത്? അവനവനുണ്ടാക്കുന്ന ധനത്തിൻ്റെ 10% നിങ്ങൾ ദാനം ചെയ്യണം. അത് ഓരോ ദിവസവും കൊടുക്കണം, പ്രതിദിനം ചെയ്യണം. അതിനാണ് ബലിവൈശ്വദേവ യജ്ഞം. ഇതാണ് ക്ഷേത്രങ്ങളിൽ ബലി തൂക എന്ന് പറയുന്ന ക്രിയയായിട്ട് മാറിയത്. പക്ഷിമൃഗാദികൾക്ക് കൊടുക്കണം, ജീവജാലങ്ങൾക്ക് കൊടുക്കണം, പതിതരായ ആളുകൾക്ക് കൊടുക്കണം, ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം. ശ്രദ്ധയാദേയം, ശ്രദ്ധിച്ചു കൊടുക്കണം. അശ്രദ്ധയാദേയം, അശ്രദ്ധയോടുകൂടി കൊടുക്കണം. ഇങ്ങനെ 5 യജ്ഞങ്ങൾ ഗൃഹസ്ഥാശ്രമധർമ്മികൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. അതിൽ 1ാമത്തത് ബ്രഹ്മയജ്ഞമാണ്. അത് വേദമന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ഒരു ധ്യാന പദ്ധതിയാണ്. 2ാമത് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തത് അഗ്നിഹോത്രമാണ്. 2 നേരം അഗ്നിഹോത്രം ചെയ്യാൻ ഓരോ തവണയും 15 മിനിറ്റ് എടുക്കും. ഇതിനുള്ള വിറകും മറ്റ് സംഗതികളും നിങ്ങളുടെ പറമ്പിൽ നിന്ന് ശേഖരിക്കാവുന്നതേ ഉള്ളൂ. 3ാമതായി പഠിക്കേണ്ടത് അതിഥി യജ്ഞമാണ്. 4ാമതായി പഠിക്കേണ്ടത് പിതൃയജ്ഞമാണ്. 5ാമതായി പഠിക്കേണ്ടത് ബലിവൈശ്വദേവ യജ്ഞമാണ്. ഈ 5 യജ്ഞങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇതാണ് കാശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ പഠിപ്പിക്കുക. ഇതിനകത്ത് പഠിപ്പിക്കുന്ന മന്ത്രങ്ങൾ 99.99% നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലോ ഉത്സവങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ ഉപയോഗിക്കേണ്ടതാണ്. ഇനി അത് ഉപയോഗിക്കാതെ വരുന്ന മന്ത്രങ്ങൾ പ്രധാനപ്പെട്ട പൂജകളിൽ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണ് വേദം പ്രത്യക്ഷ നാരായണനാണ് എന്ന് ഭാഗവതം പറയാനുണ്ടായ കാരണം മനസ്സിലാവാം. വേദം പഠിക്കാതെ ഒരൊറ്റയടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വേദം പഠിച്ചേ ആകൂ. എന്തിന് വേദം പഠിക്കണം? എല്ലാവിധ ധന ഐശ്വര്യ സമൃദ്ധിയോടുകൂടി വേണം ജീവിക്കാൻ. ആരോഗ്യ സൗഖ്യത്തോടുകൂടി വേണം ജീവിക്കാൻ. പത്യാഭത്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. നാം കഴിക്കുന്ന ഭക്ഷണം വായി കിട്ടുന്നതെല്ലാം വാരി വലിച്ച് തിന്നരുത്. പ്രധാനമായി ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കഴിച്ചാൽ രോഗമുണ്ടാകും എന്നതിനെ കുറിച്ച് ലോകാരോഗ്യ സംഘടനയ്ക്ക് വരെ അഭിപ്രായമുണ്ട്.
3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി വയസ്സറിയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗർഭസ്ഥയായ ശിശു ഭാര്യ അമ്മ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ചിക്കൻ കഴിക്കുന്നു. കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് പല്ലുള്ളത് കൊണ്ട് അച്ഛൻ നേരെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി. ജ്യോത്സ്യന്റെ കബഡിയിൽ കാണുന്നത് ഇവൻ അച്ഛന്റെ അന്തകനാകുമെന്നാണ്. ആ ജ്യോത്സ്യൻ അറിയില്ലല്ലോ ഹോർമോൺ ചികിത്സയും ഹോർമോൺ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും. ഈ ഈസ്ട്രജനൊക്കെ കുത്തിവെച്ച ബ്രോയിലർ ചിക്കൻ രാവിലെയും ഉച്ചയ്ക്കൊക്കെ കഴിച്ചാൽ അവന്റെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവൻ ചിന്തിക്കണ്ടേ? 6 മാസം പ്രായമാകുന്ന ഒരു കോഴി, 6 മാസം കൊണ്ട് വളർച്ചയെത്തുന്ന ഒരു കോഴി കേവലം 47 ദിവസം കൊണ്ട് പാകമാകുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഹോർമോണുകൾ, ഈസ്ട്രജൻ, ആന്റിബയോട്ടിക്കുകൾ എന്നിവ നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കാൻ കിട്ടും. ഇതെല്ലാം വാങ്ങി അങ്ങനെ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കണം. കെൻറ്റൂക്കി ഫ്രൈഡ് ചിക്കൻ, KFC, 6 ദിവസം കൊണ്ട് ആ കോഴി റെഡി. കോഴി ഈസ് റെഡി വിത്തിൻ 6 days. കോഴി ഏറ്റവും മാരകമായ ഒരു അനിമോസിറ്റി ഉള്ള ഒരു പക്ഷിയാണ്. പെട്ടെന്ന് അത് കൊത്തും മറ്റൊന്നിനെ. അതുകൊണ്ട് കോഴിക്ക് കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടാണ് വളർത്തുന്നത്. നാമക്കല്ലൊന്ന് പോയാൽ കാണാൻ നിങ്ങൾക്ക്. ആ സാധനമൊക്കെ വാങ്ങി കഴിച്ചപ്പോൾ 3 വയസ്സുള്ള പെൺകുട്ടി വയസ്സറിയിച്ചു. 8 വയസ്സുള്ള കുട്ടി ഗർഭിണി. കുട്ടി ജനിക്കുമ്പോൾ തന്നെ പല്ല്. അതിന് ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ജോത്സ്യന് കബഡി കാണോ? അത് ഈ ഈസ്ട്രജനും ഈ സംഗതിയൊക്കെ കാണോ? നിങ്ങൾ എന്നെ അന്ധവിശ്വാസിയായി കരുതരുത്. സത്യസന്ധമായ വിശ്വാസം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യത്തിൽ മാത്രമേ എൻ്റെ വിശ്വാസമുള്ളൂ, അസത്യത്തിൽ എനിക്കില്ല. സത്യമേവ ജയത്തെ എന്നാ അനർത്ഥം. സത്യം മാത്രമേ ജയിക്കൂ, അസത്യം ജയിക്കില്ല, ആരും ജയിക്കില്ല. അപ്പൊ നമ്മളിത് പഠിക്കണ്ടേ, നമ്മളിത് ഉൾക്കൊള്ളണ്ടേ? ഈ മാറ്റം നമ്മൾ പഠിക്കുന്നില്ല. എങ്ങനെ ഈ ശരീരത്തിൽ മാറ്റം വന്നു? ശരീരത്തിൽ മൊത്തം മാറ്റം വരുന്നു. 30 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഗർഭപാത്രം താഴുന്നു. 5ഓ 6ഓ പ്രസവിച്ച പഴയ അമ്മമാരുടെ ഗർഭപാത്രം താണില്ല. ഒരു പ്രസവം പോലും നടത്താത്ത സ്ത്രീകളുടെ ഗർഭപാത്രം താഴുന്നു. എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചോ? നമ്മൾ പഠിച്ചില്ല. അതേപോലെ നമ്മളുടെ കുട്ടികൾക്ക്, ഈ സ്ത്രീകൾക്ക് ആർത്തവ വിരാമം വരുന്നു 32 വയസ്സിൽ. കാരണം 14 വയസ്സിൽ പ്രായപൂർത്തിയാകേണ്ട ഒരു പെൺകുട്ടി 3-ാം വയസ്സിൽ പ്രായപൂർത്തിയായാൽ സ്വാഭാവികമായി 32-ാമത്തെ വയസ്സിൽ ആർത്തവ വിരാമം ഉണ്ടാവും. സ്വാഭാവികമായ പരിണതിയാണത്. ആയുസ് കുറയുക ചെയ്യുന്നത് എന്ന് മാത്രമോ? ഇത് മാത്രമാണോ വിഷയം? അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചര്യകളിലും മാറ്റം വന്നു. ഇൻഫെർട്ടിലിറ്റി 40 മുതൽ 60% വരെ കേരളത്തിൽ. ഗുരുവായൂർ അമ്പലത്തിൽ 300 ആളുകളുടെ കല്യാണം കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങളൊന്ന് ശരിക്കും പഠിച്ചോ? 5 കൊല്ലം കഴിഞ്ഞാൽ അതിൽ 150 ആൾക്ക് കുട്ടികളുണ്ടായില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ